ഇപ്പം മാമ്പഴ സീസണല്ലേ, നമുക്കൊരു അടിപൊളി മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയാലോ. ആദ്യം തന്നെ മാങ്ങ എടുത്ത് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് നന്നായിട്ടൊന്ന് ഞെരടി പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ ചാറൊക്കെ കിട്ടാനാണ്. ഇനി നമുക്ക് ഏത് പാത്രത്തിലാണോ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്നത് അതിലേക്ക് ആ മാമ്പഴവും അതിൻ്റെ നമ്മൾ പിഴിഞ്ഞെടുത്ത ചാറുമെല്ലാം കൂടെ ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം ഇട്ട് ഒരു 3 പച്ചമുളക് ഇട്ട് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. മാമ്പഴം നന്നായിട്ട് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങയും കൊച്ചുള്ളിയും കൂടെ അരച്ച് പേസ്റ്റ് ആക്കിയെടുക്കാം. അപ്പോൾ ആ പേസ്റ്റ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. തിളയ്ക്കാതെ ശ്രദ്ധിക്കണം കേട്ടോ, തേങ്ങ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ തിളയ്ക്കാൻ പാടില്ല. ഇനി ആവശ്യത്തിന് ജീരകപ്പൊടിയും ഉലുവപ്പൊടിയും കൂടി ഇട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം, നമ്മൾ തേങ്ങയും അതേപോലെ തന്നെ തൈരും ഒക്കെ ഒഴിച്ചതിന് ശേഷം കറി തിളയ്ക്കാൻ പാടില്ല എന്നുള്ള ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ നല്ല കറിവേപ്പിലൊക്കെ ഇട്ട് കടുവറുത്ത് അതും കൂടെ ഇതിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ അടിപൊളി മാമ്പഴ പുളിശ്ശേരിയുടെ റെഡി.